പാവങ്ങളെ സംരക്ഷകനായിട്ട് വന്നപ്പോഴേ അറിയാം ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന്. അങ്ങനെയൊന്നും അല്ലേ അളിയ. ഇപ്പൊ ചില സ്ഥലങ്ങളില് ഉച്ചപൂജയും അത്താഴ പൂജയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ കുഞ്ഞോളും. ഇതെന്താ തിരുപ്പതി ക്ഷേത്രോ? ഇതൊരു വീടാണ്. ശരിയാണല്ലോ, ഇത് വീടാണല്ലോ. ചിലപ്പോ കുഞ്ഞോട് തിരക്കിനിടയിലെ വീടാണെന്ന് ഓർത്ത് കാണത്തില്ല. അല്ല, ഈ ഓർമ്മകളൊക്കെ നശിച്ചു പോകുന്ന ഒരു അസുഖത്തിന്റെ പേരുണ്ടല്ലോ, അമീബയോ? അല്ല, ഇപ്പൊ അതെങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വന്നതാണെങ്കിലോ? ഈ നിലവിളക്ക് എന്നെ കൊണ്ട് ഹാളിലേക്ക് എടുപ്പിക്കരുത്. അളിയൻ ഉദ്ദേശിച്ചത് നിലവിളക്കിന്റെ തലയ്ക്ക് മുകളിൽ വെക്കുന്ന കാര്യമല്ലേ? അപ്പൊ അത് മനസ്സിലായി. ഓ, രമേ, വിളക്കണച്ചു വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വാ. ശത്രുവിന്റെ ചൂര് എനിക്കറിയാൻ കഴിയുന്നുണ്ട്. ജോത്സ്യൻ പറഞ്ഞതുപോലെ ശത്രു പുറപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോ എനിക്കൊരാശ്രയം കിട്ടിയേ പറ്റൂ. അളിയാ, കുഞ്ഞോട് പറഞ്ഞ സത്യമാ. തിരുവിനെ കണ്ട് സമയം നോക്കിയപ്പോ ആകെ ആപത്താണെന്നാ പറഞ്ഞേ. ശത്രു ജീവനെടുക്കാൻ എത്തുമത്രേ. പ്രാർത്ഥനയാണ് പരിഹാരമെന്നാ പറഞ്ഞേ. ഒരുപക്ഷെ കുഞ്ഞോട് അവനവന്റെ കർമ്മമാണ് ഫലം തരുന്നത്, അല്ലാതെ ജോൾസിന്റെ കള്ളത്തരങ്ങളല്ല. ഏതൊരു ശത്രുവും പടി കടന്നു വരുന്നവരെ പേടിക്കേണ്ടതുള്ളൂ. മുഖാമുഖം എത്തിക്കഴിഞ്ഞാൽ കീഴടക്കുക, അതുമാത്രമാണ് ലക്ഷ്യം. ആ, പ്രാർത്ഥനയിൽ കാലദോഷം മാറുമെങ്കിൽ മാറിപ്പോയിക്കോട്ടെ. തൽക്കാലം എനിക്കൊരു സ്വസ്ഥത വേണം. എന്താ? മാറ്, ഞാൻ പോട്ടെ. എന്താ വേലക്കാരി എന്നോട് ആജ്ഞാപിക്കുക? മാഡം എന്ന് വിളിച്ചാ നിന്റെ വായിൽ മുത്തു കൊഴിഞ്ഞു പോവോ? അതെങ്ങനെയാ? വേലക്കാരിയെ പോലെ അല്ലല്ലോ നിന്റെ നിൽപ്പ്. രാവിലെ എണീറ്റ് അണിഞ്ഞൊരുങ്ങി കുറിയും തൊട്ട് നിൽക്കുന്നത് കണ്ടു എന്ന് വെച്ചാൽ തമ്പുരാട്ടിയാന്നേ തോന്നു. മേഡം, ഞാൻ പൊയ്ക്കോട്ടെ. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. ആവശ്യമില്ലാത്തടത്തൊക്കെ അടുക്കളക്കാരി കമന്റ് പറയുന്നത് കേട്ടല്ലോ. ഈ വീട്ടില് ആവശ്യത്തിന് കാറുണ്ടെന്നോ ബസ് ഉണ്ടെന്നൊക്കെ. ഓ, അറിയാതെ പറഞ്ഞു പോയതായിരിക്കും അല്ലേ? സംസ്കാരത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും കുറവുള്ളത് കൊണ്ട് തന്നെ ഒരു താളത്തില് അങ്ങനെ തട്ടിവിട്ടതായിരിക്കും അല്ലേ? അതോ ഈ വീട്ടിലെ കെട്ടില്ലമ്മ ചമഞ്ഞ് സ്വയം അങ്ങ് പറഞ്ഞാണോ? ദേ, എച്ചിൽ പാത്രം കഴുകാൻ വന്ന അടുക്കളക്കാരി ആ സ്ഥാനത്ത് നിന്നാ മതി, കൊച്ചമ്മ ചമയം നിക്കണ്ട. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലേ അങ്ങോട്ട് പറയും, അപ്പുരിയടിയ മതി. ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമോളാ. ഈ സ്വത്തിന്റെ എല്ലാം അവകാശിയായ അർജുന്റെ ഭാര്യ. അപ്പൊ എന്നെ കാണുമ്പോ ആ ഒരു ബഹുമാനവും വിനയവും കാണിച്ചിരിക്കണം. ഇനി ഇത്തരം പരിപാടി എങ്ങാനും എന്റെ ശ്രദ്ധയിൽപ്പെട്ട അന്ന് തീരും നിന്റെ ഇവിടുത്തെ ഉദ്യോഗം. ചവിട്ടി പുറത്താക്കുന്നത് ഈ ഐശ്വര്യലക്ഷ്മി ആയിരിക്കും. അതിന് പിന്നിൽ എന്തോ ഉദ്ദേശം കാണും. എന്തിനായിരിക്കും ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ആരാണവര്? ഇത്രയും നാള് ഞാൻ കേൾക്കാത്ത ഇളയ തമ്പുരാട്ടി ആരാണവര്? കൊട്ടാരത്തിൽ നിന്ന് മോഷണം പോയ മണിമാല തിരക്കിട്ടുള്ള വരവായിരിക്കൂ? അതോ ചിലപ്പോ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും മരണകാരണം തിരക്കുള്ള വരവായിരിക്കൂ? ചിലപ്പോ മണിമാല തിരക്കിയായിരിക്കും. അല്ലെങ്കിൽ ഈ സമയത്ത്
ഒളിഞ്ഞു നിന്ന് കേട്ട സംസാരത്തിൽ നിന്നും അവര് ചില്ലറക്കാരിയല്ല, വേട്ടക്കാരിയുടെ മനസ്സാവർക്ക്. നരിയേട്ടാ, അവരെ പേടിക്കണം. എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള വരവാണ് അവരുടേത്. പേടി. പിന്നെ ആ ഫോറൻസിക് ലാബ് റിപ്പോർട്ടിന്റെ കോപ്പിയും. ശരി തമ്പുരാട്ടി. കല്യാണി, ഇനി മുതൽ സമയം മാറുകയാണ്. എല്ലാം ശരിയാവും. എനിക്കൊന്നും വേണ്ട തമ്പുരാട്ടി. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛനെ രക്ഷിച്ചാൽ മാത്രം മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. ഇന്നു മുതലാകാം ആരംഭം. വരുന്നുണ്ട് ഞാൻ രമാദേവിയുടെ അരികിലേക്ക്. കാണുമ്പോ രണ്ടുപേരും ആശ്ചര്യപ്പെടണ്ട, പരിചയഭാവം കാണിക്കുകയും വേണ്ട. എന്നാ വീണ്ടും കാണാം. ശരി. ശരി തമ്പുരാട്ടി.